ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്കിന് ഹൈപ്പാനും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചിയോട് പൂവിടാമെന്ന ആ രണ്ടുപേരെ സച്ചി ഓടിക്കാണ് കേട്ടോ. അപ്പൊ സച്ചിനെ അവര് എന്താ പറയാ അങ്ങോട്ടേക്ക് വിളിച്ചു, ഇവിടെ വരെ ഒന്ന് വരാൻ പറഞ്ഞു. ഏറ്റുമുട്ടാൻ വേണ്ടി തന്നെയാണ് ബാലചന്ദ്രനല്ല, നമ്മുടെ രവീന്ദ്രനും അതുപോലെ രേവതിയും ശ്രുതി എല്ലാവരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ വള്ളിക്കേസാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും എന്താടാ ഇത് ഒരു നല്ല കല്യാണമാണ്, കല്യാണം നടക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് അറിയത്തില്ല, എന്തിനാടാ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ത പറഞ്ഞു, അവനല്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ എല്ലായിടത്തും പോകുന്നത്. ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇവൻ ഇത്രയും ദിവസം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി എങ്ങനെയൊക്കെയോ പോയതാണ്. ഇവന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് മാറത്തില്ല, അതങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അത് പിന്നെ രേവതി ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്ത് കേൾക്കാനാ സച്ചേട്ടാ? സച്ചിൻ എന്ത് പണിയായി കാണിക്കുന്നത്? മാളുവിന്റെ കല്യാണം നമ്മളല്ലേ നടത്തി കൊടുക്കേണ്ടത്? മാളുവിന്റെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കണ്ടേ നല്ല രീതിയിൽ തന്നെ? അതിനുവേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. അറിയാമോ, മാളുവിനെ കുറിച്ച് അയാൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാലേ ഞാൻ ചെയ്തതല്ല അച്ഛൻ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, ഇനി പറ, ഞാന് അവനെ തല്ലിയത് തെറ്റാണോ? തെറ്റുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ അശോകൻ വന്നിട്ട്, ആഹാ അത് കൊള്ളാലോ, ആഹാ അതെ, നീ അവനെ തല്ലിയില്ലെങ്കിലാ തെറ്റ്, ആഹാ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ, വാ സച്ചി നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അശോകൻ അങ്ങ് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, വേണ്ട വേണ്ട, അത്ര വലിയ വിഷയമൊന്നും ഉണ്ടാക്കണ്ട. ഇന്നിതേ നിങ്ങളുടെ മോളുടെ കല്യാണം നടക്കാൻ പോകുന്നത്, വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഞാന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, അശോകനങ്ങള് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അശോകനെ അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, സച്ചി പറഞ്ഞത് തന്നെ അല്ല, സച്ചി പറഞ്ഞത് നല്ലതാണെന്നല്ല, ശ്രുതി അങ്ങനെ ഒരിക്കലും പറയില്ലല്ലോ അല്ലെ. ശ്രുതി പറഞ്ഞു, ഇവനുണ്ടല്ലോ വെറുതെ ഓരോന്ന് പറയുന്നത്, ഇവനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ആളാകാൻ വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യമായിട്ട് സച്ചി പറഞ്ഞു, നീ മിണ്ടാതിരുന്നാ മതി, നിനക്ക് എന്തറിയാഞ്ഞിട്ടാ നീ കിടന്ന് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി നീ മിണ്ടാതിരിക്കുക, സച്ചി ഇപ്പൊ നീ വിഷയം പ്രശ്നമാക്കണ്ട, നീ ഇതിൽ ഇടപെടാൻ പോകണ്ട, അശോകനും ഇടപെടണ്ട, നീ ഇടപെടണ്ട, എവിടെയെങ്കിലും സന്തോഷം കെടുത്താൻ ഇങ്ങനെ കുറച്ച് പേരൊക്കെ കാണും, അത് നമ്മൾ കാര്യമാക്കി എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛാ ഞാൻ ഇപ്പൊ വരാന്ന്. സച്ചി പ്രശ്നമൊന്നും പോയി ഉണ്ടാക്കല്ലോ കേട്ടോ. ഇല്ലെന്ന്, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോയി. പക്ഷെ സച്ചിക്ക് അങ്ങ് എന്താ പറയാ, ചൊറിയാതെ ഒരു സുഖം കിട്ടുന്നില്ല. ഇങ്ങോട്ട് കയറി മാന്തിയതല്ലേ, അങ്ങോട്ട് ചൊറിയണമല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ഇത് മനസ്സിലായി. രേവതി സച്ചിയുടെ പുറകെ പോയിട്ട് പറഞ്ഞു, സച്ചേട്ടൻ ഇത് എങ്ങോട്ടാ പോകുന്നത്? എടി അവര് എന്നെ വിളിച്ചതല്ലേ, വെറുതെ ഒന്ന് ഞാൻ പോയിട്ട് വരാം. വേണ്ട സച്ചേട്ടാ അവിടെ ചെന്ന പ്രശ്നമാവുമേ, അവരെന്തെങ്കിലും ചെയ്താൽ സച്ചേട്ടൻ തിരിച്ചും ചെയ്യും, പിന്നെ കല്യാണം ആകെപ്പട അലങ്കോലമാകും. ഇല്ല രേവതി, അവരെന്റെ പിന്നാലെ പുറകെ നടക്കുന്നേ, അതുകൊണ്ടാ പോയി കാര്യങ്ങളൊക്കെ തീർത്താ പ്രശ്നമില്ലല്ലോ. എന്റെ പൊന്ന് സച്ചേട്ട, ഇവിടെ ഒരു കല്യാണം നടക്കുക, സച്ചേട്ടൻ എന്റെ കൂടെ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ രേവതി സച്ചിനെ കൊണ്ടുപോയി. ഇല്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായിട്ടോ രേവതിക്ക്. എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ ചെമ്പിനടിയിലിരിക്കുന്ന നമ്മുടെ ഇളയച്ചൻ വീരാനെയാണ് കാണിക്കുന്നത്. എന്റെ പൊന്നോ, നമ്മുടെ വീരാൻ ചെമ്പിനടിയിൽ ഇരിക്കുകയാണ്. മേളിലാണെങ്കിൽ ഒരാൾ ഫോണിൽ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് സംസാരിച്ച് അയാൾ ഫോൺ വെച്ചു. ഓരോ തരത്തിലാണ് ഫോൺ വെച്ചത്. നമ്മുടെ വീരാനാണെങ്കിൽ അതിന്റെ അടിയിലിരുന്ന് എന്റെ ദൈവമേ പെട്ടുപോയല്ലോ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ബീരാനെ ആരോ ഇങ്ങനെ തിരക്കിട്ടോ, അല്ല ബീരാനെ കാണുന്നില്ലല്ലോ, ബീരാൻ ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊക്കെ അപ്രത്യക്ഷമായി പോയെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ചെമ്പ് കിടന്ന് അനങ്ങുവാട്ടെ. അയ്യോ ഞാനിവിടെ ഉണ്ടേ, പൊക്കടാ എന്ന് പറയുന്നുണ്ട്. നോക്കി കഴിയുമ്പോഴത്തേക്കും ചെമ്പിനടിയിൽ ബീരാൻ ഇരിക്കുന്നു. ചെമ്പ് ഒരു വിധത്തിലും 5-6 പേര് കൂടിയാണ് പൊക്കിയെടുത്തത് കേട്ടോ. അപ്പൊ നമ്മുടെ ബീരാൻ, അപ്പം അവര് ചോദിച്ചു, ഇതെന്ത് പറ്റി ബീരാനെ, ചെമ്പിനടിയിൽ ഇതെന്താ നിങ്ങൾക്ക് വട്ടായോ? ഓ എന്റെ ദൈവമേ, ഞാൻ ഒളിച്ചതൊന്നും അല്ല, എനിക്ക് വട്ടായതുമല്ല, ഞാനേ വെറുതെ ഒന്ന് അവിടെ ഒന്ന് ഇരുന്നതാ. അല്ല വെറുതെ ഇരിക്കുമ്പോ എങ്ങനെ ഇതിനകത്ത് കയറുന്നത്? അതെ, ഞാനേ ഏകദേശം ഒരു 90 കിലോ വെയിറ്റ് ഉണ്ട്. 90 കിലോ മട്ടൻ ബിരിയാണി ഈ വട്ടക്കകത്ത് പാചകം ചെയ്യാൻ പറ്റുമെന്നൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ. മട്ടന് പകരം നിങ്ങൾ കയറി കിടന്നല്ലേ? ആ അതെ കയറി കിടന്നു. എന്റെ പൊന്നു വീരാനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. വീരാന് ഇതിനകത്ത് കയറാനുള്ള അത്രയ്ക്ക് മണ്ടത്തരം ഒന്നും കാണിക്കത്തില്ല, ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ്. എന്താ നിങ്ങൾക്ക് പിന്നെ പറ്റിയത്? അത് പിന്നെ എനിക്കൊന്നും പറ്റിയില്ല. താൻ തന്റെ ജോലി നോക്ക്, ഞാൻ എന്തേലും ചെയ്തോളാം, ജോലി എടുക്കാനാ പറഞ്ഞത്. എല്ലാവരും കൂടി നിന്ന് ഒരുമാതിരി ചോദ്യം ചെയ്യല്, ഇതെന്താ? ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, പാചകം ചെയ്യാൻ വന്ന പാചകം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെ സച്ചിനാണ്. സച്ചിനെ വലിച്ചു പറിച്ച് നമ്മുടെ രേവതി കൊണ്ടുപോയിക്കാണ് കേട്ടോ. എന്റെ പൊന്നു സച്ചിട്ട, ഇവിടെ നിന്നാ മതി, മാറിപ്പോകണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ ബീരാൻ നോക്കുമ്പോ അയ്യോ 3-4 സ്ഥലത്ത് പോയി മാറി നിന്ന സ്ഥലത്തെല്ലാം നമ്മുടെ രേവതി സച്ചി, അല്ലെങ്കിൽ രവീന്ദ്രന്, അല്ലെങ്കിൽ ചന്ദ്ര, അല്ലെങ്കിൽ ശ്രുതി,
അപ്പം അവിടെ നിന്ന് ബീരാൻ ഓടിപ്പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു സച്ചിയോട്, എന്റെ സച്ചേട്ട എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നോക്കിയിരിക്കുവോ സച്ചേട്ടന്റെ അമ്മയും ഏട്ടനും സുധിയും ഒക്കെ. അപ്പൊ പിന്നെ ശരിയാവില്ല. അത് പിന്നെ അവരോട് ഞാൻ പുറത്തേക്ക് വരാന്ന് പറഞ്ഞാലേ ഞാൻ പേടിച്ചു ഒരു ഭീരുവിനെ പോലെ മാറിപ്പോയതുപോലെ ആവില്ലേ. എന്റെ പൊന്ന് സച്ചേട്ട അതൊന്നും സാരമില്ല. അത് പിന്നെ ഇതൊക്കെ തല്ലി തന്നെ തീർക്കണം രേവതി. സച്ചേട്ടൻ എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? ഞാൻ പറഞ്ഞല്ലോ. എന്റെ പൊന്ന് സച്ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാൻ ഒളിച്ചു മാറി നിൽക്കുകയാണ് കേട്ടോ. ബീരാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ബീരാനൊന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ഒന്ന് ചുറ്റുമൊക്കെ നടക്കണേ സച്ചി രേവതി അവിടെ നിന്ന് പോകണം. ബീരാനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, എന്റെ ദൈവമേ ഞാൻ പോകുന്ന സ്ഥലത്തൂടെ എല്ലാ ഇതുങ്ങളെല്ലാത്തിനാ വരുന്നത്. ഓഹ് എനിക്കൊന്ന് മാറിപ്പോത്തില്ല, വേറെ എത്ര സ്ഥലമുണ്ട് സംസാരിക്കാനായിട്ടെന്ന്. ഈ സമയത്ത് സച്ചി രേവതി ഭയങ്കര സംസാരമാണ് കേട്ടോ. കല്യാണം നന്നായിട്ട് നടക്കണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടത്തണം, കുറച്ച് സമയം സച്ചേട്ടൻ അടങ്ങി ഇരിക്കണം. പിന്നെ സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം ഈ കിച്ചണിൽ ഇരിക്കുക, ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ, സച്ചേട്ടനെ കാണത്തുമില്ലല്ലോ, കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ എന്ന്. രേവതി എനിക്ക് നല്ല ദേഷ്യം വരുന്നു കേട്ടോ. പ്ലീസ് സച്ചേട്ടൻ എനിക്ക് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്, സച്ചേട്ടൻ കേൾക്കുന്നല്ലേ, പിന്നെന്താ. ഓഹോ എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ രേവതി. പ്ലീസ് കുറച്ച് സമയം ഇവിടെ നിൽക്കി സച്ചേട്ട, നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്. ഓ ഇനിയിപ്പൊ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നില്ലെങ്കിൽ നീ എന്നെ പഞ്ഞിക്കിടൂല്ലോ. അതെ പഞ്ഞിക്കിടും, ഞാൻ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. ഈ കല്യാണം അങ്ങനെ അലങ്കോലം ആയാല് അച്ഛനും അശോകനെങ്കിലും വിഷമാവൂട്ടോ. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരി ശരി ശരി, കുറച്ചേരം ഞാനിവിടെ നിക്കാന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അടുക്കള നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേവതി അവിടെ നിന്ന് പോയി. അങ്ങനെ അടുക്കളയിൽ ഇപ്പം സച്ചിയുണ്ട്, ബീരാനും ഉണ്ട്. അയ്യോ ബീരാൻ ചെല്ലുന്ന സ്ഥലത്തൂടെ എല്ലാം സച്ചിയുണ്ട്. ആകെപ്പാടെ സച്ചിയല്ല ബീരാൻ പെട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി അങ്ങ് പോയി. സച്ചി ഇപ്പം കുറച്ചേരം അടുക്കളയിൽ കാണും. ഇനിയിപ്പം ഒരു ഒളിത്താവളമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ അടുക്കള. കലവറ ഒളിത്താവളമായിട്ട് മാറിയേക്കുക. കള്ളന്മാരെല്ലാം അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബീരാൻ അകപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ബീരാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തുമില്ല, അടുക്കളയിലേക്ക് കയറത്തുമില്ല. ഈ സമയത്ത് നമ്മുടെ രേവതി നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. രവീന്ദ്രന്റെ അടുത്തേക്ക് എന്നിട്ട് അത് പിന്നെ അച്ഛ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ സച്ചേട്ടനെ സെറ്റ് ആക്കിയിട്ടുണ്ട്, സച്ചേട്ടനെ അവരൊന്നും ചെയ്യത്തില്ല, സച്ചേട്ടനെ ഒന്നും ചെയ്യത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും, എങ്കിലും ദേഷ്യം വന്നാലേ അവൻ മുന്നും പിന്നൊന്നും നോക്കാതെ അടിച്ചു കളയുന്നേ. അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ സച്ചേട്ടന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, സച്ചേട്ടനായിട്ട് ഒരു പ്രശ്നം ഇനി ഉണ്ടാക്കത്തില്ലെന്നേ. അല്ല അവനിപ്പോ എവിടെയാ ഉള്ളത്? ഇപ്പം കിച്ചണിലാ ഉള്ളത്. കിച്ചണിലോ? അവിടെ എന്തിനാ പോയത്? അതെ ഞാൻ അവിടെ പിടിച്ചോണ്ടാക്കി. അത് കൊള്ളാലോ. അതെ അവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യട്ടെ, അവിടെ നിൽക്കട്ടെ, കുറച്ച് സമയം ആ ടീമിന്റെ മുമ്പിൽ പെടാതെ മാറി നിൽക്കട്ടെ, അതല്ലേ വേണ്ടത്. അതേതായാലും നന്നായി മോളെ നീ ചെയ്തത്. എന്നാലും അവ പുറത്തു വരുവോ? ഇല്ലെന്നേ, ഞാൻ പറഞ്ഞു ഒരു തഞ്ചത്തിലും തരത്തിലും ഒക്കെ അങ്ങ് നിർത്തിയേക്കുക, സച്ചേട്ടൻ പേടിച്ച് എവിടെയും മാറി നിൽക്കുകയാണെന്ന് ആ മണ്ടന്മാരങ്ങ് കരുതിക്കോട്ടെ, അവരുടെ ദേഷ്യമൊക്കെ അങ്ങ് തണുക്കട്ടെ. നീ കൊള്ളാലോടി. നീ ഏതായാലും സച്ചിനെ തളച്ചല്ലേ, തളയ്ക്കേണ്ടി വന്നാൽ സച്ചിനെ തളയ്ക്കണമല്ലോ എന്ന്. ഏതായാലും ഈ സമയത്ത് ആ രണ്ട് വില്ലന്മാരും ഉണ്ടല്ലോ മാറി നിൽക്കുകയാണേ. അതായത് ഇവര് നോക്കിക്കൊണ്ട് മാറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛ അതേ നോക്കിക്കേ, അവര് ആ രണ്ട് വില്ലന്മാരെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. വില്ലന്മാർ മീൻസ് നമ്മുടെ ആളൂനെ ചീത്ത അസഭ്യം പറഞ്ഞവര്. അപ്പോഴത്തേക്ക് അവരിങ്ങനെ പറയുന്നുണ്ട്, അവരവിടെ ഇല്ലെന്ന് തോന്നുന്നു, എന്നെ പിടിച്ച് മുങ്ങിയതായിരിക്കും, അവനെ കാണുന്നില്ലല്ലോ എന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ മണ്ടന്മാരായി പോയെന്ന് തോന്നുന്നു, മണ്ടന്മാര് തന്നെയാണ്. നമ്മുടെ സച്ചി അവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് അവരും അങ്ങ് മാറിപ്പോയി. അതിലും പ്രശ്നം പരിഹാരമായിട്ടോ. ഇനിയിപ്പോ വലിയ കാറും കൂളും ഒന്നും ഉണ്ടാവത്തില്ല. ഈ സമയത്ത് നമ്മുടെ ബീരാൻ പരക്കെ പാഞ്ഞ് നടക്കുവാണേ. അവിടെ ഇവിടെയും നിൽക്കാൻ പറ്റുന്നില്ല. ബീരാൻ അങ്ങനെ ഏതോ ഒരു റൂമിൽ കയറി പറ്റി. എന്റെ ദൈവമേ, സ്വന്തം മരുമോന്റെ കല്യാണമാണേ, എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടി കരയുകയാണ് കേട്ടോ. പാവം, ഒരു കുടുംബത്തെ പേടിച്ച് എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അവര് ഗ്രീൻ റൂമിൽ നിന്നാണല്ലോ ഒരുങ്ങുന്നത്, അതുകൊണ്ട് ഈ റൂമിലേക്ക് ആരും വരാൻ ചാൻസ് ഇല്ല, ഇത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റൂമാ. ഇനി ഇവിടെ എങ്ങാനും ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചെറിയ കട്ടിലും കസേരയൊക്കെ കിടപ്പുണ്ട് ആ റൂമിനകത്ത്. അവിടെ നമ്മുടെ വീരാൻ അങ്ങ് ഇരുന്ന് കേട്ടോ. എന്ത് ചെയ്യാനാണ് പാവം, പുറത്തിറങ്ങാനും പറ്റത്തില്ല. ഏതോ ഒരു പെണ്ണിന് വേണ്ടി ഇപ്പൊ കിടന്ന് നമ്മുടെ വീരാൻ ഉരുകേണ്ട ഒരവസ്ഥ. സോറി, ഈ സമയത്ത് ആരോ ഉണ്ടല്ലോ നമ്മുടെ വീരാൻ നിൽക്കുന്ന റൂമിന്റെ വാതിലിൽ വന്ന് മുട്ടാണ്. വേറെ ആരുമല്ല, നമ്മുടെ രേവതിയാണ് കേട്ടോ. ഏതായാലും വീരാൻ പേടിച്ചു പോയി. വീരാൻ അവിടെ കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചു നിൽക്കാൻ കേട്ടോ. നമ്മുടെ രേവതിയാണെങ്കിൽ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. പെട്ടെന്ന് കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചു. അകത്തേക്ക് രേവതിയും കയറി വന്നല്ലോ. അങ്ങനെ പതുക്കെ വീരാൻ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് രേവതി, എന്റെ ദൈവമേ ഇവളാണോ? ആകെപ്പാടെ പ്രശ്നമാവൂലേ, എവിടെ നോക്കിയാലും ഇവരെ ഉള്ളോ, എന്റെ പൊന്നു ഭഗവാനെ, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ
ഏം, ബീരാന് കട്ടിന്റെ അടിയിൽ കയറി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ബീരാന്റെ ഫോണ് നിലത്ത് കിടക്കുമായിരുന്നേ, നിലത്തല്ല ആ ടേബിളിൽ ഇരിക്കുകയായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ശ്രദ്ധിക്കുകയാണ്. അപ്പം ഒരു ഫോൺ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് രേവതി, ഇതാരുടെ ഫോണാ ഇവിടെ ഇരിക്കുന്നത്? ആരോ മറന്നു വെച്ച ഫോണാണല്ലോ ഇത്. എന്റെ ദൈവമേ, കഷ്ടമായി പോയി. ആരെങ്കിലും ഇവിടെ കയറിയിട്ട് മറന്നു വെച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കയ്യിലെടുത്ത് പിടിച്ചോണ്ടിരിക്കുക രേവതി. അപ്പോഴത്തേക്കും നമ്മുടെ ബീരാൻ, അയ്യോ എന്റെ ഫോണ്, എന്റെ ദൈവമേ, ഇനി എന്റെ ഫോണും കൊണ്ട് ഇവള് പോവുമോ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം. അപ്പൊ രേവതി ഇങ്ങനെ എടുക്കണോ വേണ്ടയോ, അത് ഇവിടെ വെച്ചാൽ മതിയോ? എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണും കൊണ്ട് അങ്ങ് ഇറങ്ങി പോയിട്ടോ. ആരോ മറന്നു വെച്ചതാണ്, അവർക്ക് കൊടുക്കാമല്ലോ, ആരാന്ന് ചോദിച്ച് അന്വേഷിച്ച് കൊടുക്കാമല്ലോ എന്ന് ഓർത്ത രേവതി ഫോണും എടുത്തോണ്ട് പോയത്. ബീരാൻ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഇറങ്ങി. എന്റെ ദൈവം, ഇനി എന്ത് ചെയ്യും? ബീരാൻ ആകപ്പാടെ പെട്ടൊരവസ്ഥ കേട്ടോ. എന്റെ ദൈവമേ, ഫോണും ഇല്ല, വീണും ഇല്ല. ഈ സമയത്തെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ കിച്ചണിൽ സഹായിക്കാൻ നിൽക്കുമല്ലേ. അപ്പൊ സച്ചിനെ കണ്ടതും അവിടെ ഉള്ളവന്മാർ മുതലെടുക്കാൻ തുടങ്ങി. സച്ചിയോട് അതെടുക്ക്, ഇതെടുക്ക്, അരപ്പെടുക്ക്, മസാല എടുക്ക്, കൂട്ടെടുക്ക് എന്നൊക്കെ പറയാം. കുറെ നേരം ഇങ്ങനെ സച്ചി കേട്ടു അതെടുക്കാൻ വേണ്ടി. അങ്ങനെ നിന്നു കേട്ടോ. സഹദേവ എന്നാട്ടോ നമ്മുടെ സച്ചിനെ എല്ലാവരും വിളിക്കുന്നത്. സഹദേവ, എടുക്കുക അതെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ സച്ചിക്ക് കുറെ കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട്, അപ്പം ബക്കറ്റ് കഴുകാൻ ഒരുത്തൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കുറെ നേരമായല്ലോ ഇവന്, എന്നാടാ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കസേര എടുത്ത് തലക്കിട്ട് ഒരു അടി അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നിട്ട്, ഇത് കൊള്ളാലോ, ഇയാളെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ട് നിർത്തിയതാ വഴക്കുണ്ടാക്കാതിരിക്കാൻ. ഇതിപ്പോ അതിലും വലിയ പ്രശ്നമായല്ലോ. എന്റെ പൊന്നു സച്ചേട്ട, എന്താ സച്ചേട്ട ഈ കാണിക്കുന്നത്? എവിടെ ചെന്നാലും ഇതേ ഉള്ളോ? ഇങ്ങോട്ടേക്ക് വന്നേ. അതിന് ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ നോക്കുക. ഒന്ന് സഹായിക്കാന്ന് കരുതിപ്പോ എന്റെ തലേ കയറി ഇവന്മാരെല്ലാരും കൂടെ നിരങ്ങുന്നു. സഹദേവ എന്നൊരു പേര് വിട്ടു എനിക്ക്. എന്റെ പൊന്നു സച്ചേട്ടാ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ പൊന്നു സച്ചേട്ടാ, അവന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കാനല്ലേ എവിടെ കൊണ്ടുവന്ന് നിർത്തിയത്? അപ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നം എന്താ സച്ചേട്ടാ? എല്ലായിടത്തും പ്രശ്നമാണോ? അതിന് നീ ഈ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നത്? അതിന് ഞാൻ ഈ ഫോണ് തരാൻ വേണ്ടി വന്നത്. ഇവിടുത്തെ ഗ്രീൻ റൂമിൽ ആരോ മറന്നു വെച്ചതാന്നേ. എങ്ങനെയെങ്കിലും ഇതിന്റെ ആളെ കണ്ടെത്തി അത് ഏൽപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാൻ വന്നു കേട്ടോ. ബീരാൻ പതുക്കെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എവിടെ ചെന്നാലും രേവതിനെ സച്ചിനെ ബീരാന് കാണാനുള്ളൂ. ഏതായാലും നമ്മുടെ സച്ചി ഫോൺ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ ആരാ സച്ചി പറഞ്ഞു, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, അശോകൻ അങ്കിളിനെ ഏൽപ്പിക്കാം. മറന്നു വെച്ച ആരാണെങ്കിലും അത് അശോകൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് പറയും, അങ്കിളിന്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇത് ഏൽപ്പിക്കാന്ന് പറയുമ്പോഴത്തേക്കും, വേണ്ട സച്ചേട്ടൻ വരണ്ട, സച്ചേട്ടൻ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കൊണ്ട് കൊടുത്തോളാന്ന് പറയുമ്പോ, ഞാനിവിടെ നിൽക്കത്തില്ല, ഇവിടെ നിന്നാലേ എന്നെ ഇവര് പണിയെടുപ്പിച്ച് കൊല്ലും, ആ ദേശത്തിൽ യുവമാരെ ഞാൻ കൊല്ലും, അതുകൊണ്ട് നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചോണ്ട് പോവുക. വീരാനാണെങ്കിൽ എന്റെ ദൈവമേ, എന്റെ ഫോണ് പോയേന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ പുറകെ നടക്കേണ്ട ഒരവസ്ഥ. എപ്പൊ തുടങ്ങിയ ടെൻഷനായി ഈശ്വര എന്റെ. ഈ ടെൻഷൻ എന്നെ കൊണ്ടേ പോകത്തോളെന്നാ തോന്നുന്നത്. ഓരോ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഓരോ ഗുരുമാല എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ആകപ്പാടെ പ്രശ്നമായല്ലോ. ഏതായാലും അവര് ഫോൺ കൊണ്ടുപോയി അശോകേട്ടന്റെ കയ്യിലായിരിക്കും കൊടുക്കുന്നത്. അശോകേട്ടന്റെ അടുത്തേക്ക് പോകാം, അവിടെ ചെന്നിട്ട് ഫോൺ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബീരാനും പുറകെ അശോകന്റെ അടുത്തേക്ക് പോവാണ്. രേവതി സച്ചിയും പോയതിന്റെ പുറകെ. ഈ സമയത്ത് ശ്രുതി ആണെങ്കിലേ ഫോൺ ഇങ്ങനെ എടുത്തിട്ട്, എന്റെ ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും? അതായത് ശ്രുതിയുടെ ഫോൺ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യും? പാവം ബീരാൻ ടെൻഷൻ അടിച്ച് നടക്കുമായിരിക്കും, ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോണിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. ആരെ? നമ്മുടെ ബീരാനെ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഫോൺ കൊണ്ട് കൊടുക്കാനും പോകുന്നു. ഈ സമയത്ത് സച്ചിയുടെ ഫോണിലേക്കല്ല, ബീരാന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. ആ കോള് പെട്ടെന്ന് നമ്മുടെ സച്ചി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും ശ്രുതി ആയിരിക്കും വിളിക്കുന്നത്, പക്ഷേ ശ്രുതി അല്ല വിളിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഇറച്ചി ഇത്ര കിലോ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് കേട്ടോ. ബീരാനല്ലേ എന്നൊക്കെ ചോദിച്ചാണ് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ബീരാനല്ല, ഇതുണ്ടല്ലോ ഇവിടെ എനിക്ക് കിട്ടിയ ഫോണാണ്, കിടന്ന് കിട്ടിയ ഫോണാണ്, ഇത് ഞാൻ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അതായത് ഓപ്പോസിറ്റ് നിന്ന് ആ ഇറച്ചി മേടിക്കാൻ വന്ന ആള് പറഞ്ഞു, അത് പിന്നെ ഇത് ബീരാന്റെ ഫോണാണ്, ബീരാന് ഒരു ഇറച്ചി വെട്ടുകാരനാണ്, പിന്നെ ഇപ്പൊ കല്യാണം നടക്കുന്നില്ലേ, അത് ബീരാന്റെ പെങ്ങടെ കല്യാണമാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആയിക്കോട്ടെ ഫോൺ കട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു, ഇത് ഫെബിന്റെ ബന്ധു തന്നെയാണ്, ബീരാൻ എന്ന പേര്. ഏതായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീരാനെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇത് കൊടുക്കാന്ന്. അങ്ങനെ വീരാനെ അന്വേഷിക്കാനായിട്ട് അവിടെ ഇതിലെ കൂടെ ഒക്കെ രേവതി സച്ചി കൂടെ നടന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം വീരാനെ അറിയോന്നൊക്കെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വീരാനെ അറിയാം. നമ്മുടെ ശ്രുതി ഇത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇപ്പൊ ഫോൺ വിളിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്റെ ദൈവമേ, ആകപ്പാടെ പെട്ടില്ലേ നമ്മുടെ ശ്രുതി. അയ്യോ, ഫോണും അവരുടെ കയ്യിലായി പോയി, ഇനിയിപ്പോ വിളിക്കാനും പറ്റത്തില്ല, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എല്ലാം അവസാനിച്ചു, ഇന്നുകൊണ്ടെല്ലാം തീർന്നു എന്ന് തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ. ആകപ്പാടെ പെട്ടുപോയി. വീരാനാണെങ്കിലും അതിലും പേടിയോടുകൂടി നടക്കുകയാണ് സച്ചിയുടെ രേവതിയുടെ പുറകെ. എന്തിന്? ആ ഒരു ഫോൺ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി.
ഏതായാലും ബീരാൻ എവിടെയാന്നും പറഞ്ഞുകൊണ്ടാണ് സച്ചി നോക്കി നോക്കി നടക്കുന്നത്. ഏതായാലും സച്ചി ഒരു കാര്യം ചെയ്തു. അവിടെ കലവറയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരാളുടെ കയ്യിലേക്ക് ആ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ബീരാൻ വരുമ്പോ കൊടുക്കണമെന്ന്. അതിനിപ്പോ എന്താ, ബീരാൻ വരുമ്പോ കൊടുത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ മേടിച്ച് വെക്കുകയും ചെയ്തു. അങ്ങനെ രക്ഷപ്പെട്ടു നമ്മുടെ ബീരാന്. ഏതായാലും ഈ സമയത്ത് ബീരാൻ ഇതെല്ലാം കാണുന്നു കേൾക്കുന്നുണ്ടായിരുന്നു. സച്ചി രേവതിയും പോയ ഉടനെ തന്നെ ബീരാൻ ഫോണും മേടിക്കാൻ വേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ തലനാടിക്ക് രക്ഷപ്പെട്ടു. ഏതായാലും പിടി വീഴും ഉടനെ തന്നെ. കാത്തിരുന്ന് തന്നെ കാണാൻ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.